ആറ്റിങ്ങൽ മാമത്ത് ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനമായ ഫെക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുമെന്നത് നുണപ്രചരണമെന്ന് CPM. മാമത്ത് ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നുവെന്ന് പ്രദേശവാസികളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി CPM ആറ്റിങ്ങൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ മാമത്ത് സംഘടിപ്പിച്ച യോഗം ജില്ലാ കമ്മിറ്റി അംഗം R. രാമു ഉദ്ഘാടനം ചെയ്തു. 2-3 സെന്റിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യന് അവന്റെ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കണം. മറ്റെല്ലാ തലത്തിലുമുള്ള സൗകര്യങ്ങൾ 2 സെന്റിൽ 3 സെന്റിൽ 5 സെന്റിൽ ജീവിക്കുന്ന വീട്ടുകാർക്കും മറ്റ് വീട്ടുകാർ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള ഒരിടം നമുക്ക് ഉണ്ടാക്കണം. അതിനാണ് ഇപ്പോൾ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളെല്ലാം ഉണ്ടാകുന്നത്. ഈ പാർട്ടി ഒരാളിനും എതിരല്ല, ആണോ? ഒരു എതിരിനും നമ്മൾ നിൽക്കാറില്ല. ഒരു പ്രതിഷേധം വന്നാൽ പ്രതിഷേധത്തെ അങ്ങനെ അതിജീവിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ഒരു നിലപാട് CPM-നില്ല. ഒട്ടും സംശയം ഒരാളിനും വേണ്ട. ഇവിടെ കുറെ നിഷ്പക്ഷമതികളും പ്രസിഡൻസ് അസോസിയേഷനും ഇടവാണ് പ്രതിഷേധം വന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുറമേ വന്നില്ല. എന്നാൽ കൗൺസിലിൽ സൗകുമാരി ചെയർപേഴ്സണായുള്ള കൗൺസിലിൽ 4-5 വട്ടം ചർച്ച ചെയ്തു. അവിടെ ഒറ്റ മനസ്സിലായിരുന്നു, ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഇതിനെ പിന്തുണച്ചു. നടപ്പിലാക്കാം, ഒരു പ്രയാസമല്ല, ഒരു പ്രതിഷേധം വരില്ല. എന്നാൽ ഈ പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ചില കുബുദ്ധികൾ ഇതിനിടയിൽ ചില കാര്യങ്ങൾ ചെയ്തു എന്നതാണ് ഇവിടെ വന്ന പ്രതിഷേധത്തിന്റെ കൃത്യമായ ഉള്ളടക്കം. ഒരു സംശയവും നമുക്കില്ല കേട്ടോ. അതിലെ ബോധി വിവർപ്പിക്കുക. ഇന്ന് 5-8 മാസം കഴിയുമ്പോൾ ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞുകൊണ്ട് കുറെ വോട്ടെല്ലാം പിടിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന് ഈ നാടിനെ നശിപ്പിക്കാം എന്ന വല്ലാത്ത മനസ്സാണ് അതിന് നിയന്ത്രിച്ച് അവരെ നയിച്ചത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്കത് മനസ്സില്ല, നമ്മൾ നടപ്പിലാക്കുന്നില്ല. സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള മാലിന്യ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതുമായുള്ള പരിപാടികൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി വർക്കല നഗരസഭയിൽ പ്ലാന്റ് നിർമ്മാണം നടന്നു വരികയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സമീപ പഞ്ചായത്തുകളായ കിഴുവലം, മുതാക്കൽ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ FSTP സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലുകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരം വികസനങ്ങൾ സർക്കാർ നടപ്പിലാക്കി വരുമ്പോൾ നഗരസഭയ്ക്ക് പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. വരും കാലങ്ങളിൽ ഇവയുടെ ആവശ്യകത മനസ്സിലാക്കിയാണ് സർക്കാർ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ R. രാമു പറഞ്ഞു. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അവാർഡുകൾ വാരിക്കൂട്ടിയ നഗരസഭയാണ് ആറ്റിങ്ങൽ. അതിനാൽ തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പുകാർ ഇതിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്ലാന്റുകൾ വരുന്നതുകൊണ്ട് പ്രത്യേകമായ ഒരു ആപത്തും വരാനില്ല. പ്ലാന്റുകളല്ല, മാലിന്യമാണ് തകരാറ്. മാലിന്യം സംസ്കരിക്കാതിരുന്നാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം. പ്രതിഷേധം ഒരാൾ ഉയർത്തിയാൽ പോലും പാർട്ടി അത് സ്വീകരിക്കുമെന്നും എന്നാൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ശരിയല്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. FST പ്ലാന്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാക്കുന്നില്ല എന്നും അവസാന ഘട്ടത്തിൽ അതിൽ നിന്ന് വരുന്ന ജലം കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും അതിനാൽ പ്ലാന്റ് നിർമ്മാണം സാധ്യമാക്കുമെന്നും എന്നാൽ ജനങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം കണക്കിലെടുത്ത് അനുയോജ്യമായ മറ്റൊരിടം കണ്ടെത്തി പ്ലാന്റ് അവിടെ സ്ഥാപിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ M. താഹിർ സ്വാഗതം ആശംസിച്ചു. CPM ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി M. പ്രദീപ്, ഏരിയ കമ്മിറ്റി അംഗം M. മുരളി, CPM ആറ്റിങ്ങൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. ചന്ദ്രബോസ്, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. മോഹനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ദിവസങ്ങളായി ആറ്റിങ്ങൽ നഗരസഭയ്ക്കെതിരായി ചില അരാഷ്ട്രീയവാദികൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ, സമരം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന പ്രചരണങ്ങൾ, അതിൽ കുറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്തവരെയൊന്നും ഞങ്ങൾ മോശപ്പെടുത്തി പറയുന്നില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതെന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുകയാണ് എന്ന് വരുത്തി തീർത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് ചിലരെ കൊണ്ടുവന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഒരു സ്ത്രീ ഇവരോടെല്ലാം ഇറങ്ങി ഇവിടെയൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്. ഞങ്ങളുടെ വനിതാ സഖാക്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ഒരു പെൺകൊച്ചുങ്ങൾക്കും ഭർത്താക്കന്മാരെ കിട്ടില്ല. ആരും കല്യാണം ആലോചിക്കാൻ ഇങ്ങോട്ട് വരില്ല. ഒരു സ്ത്രീ ഇറങ്ങി പറഞ്ഞതാണ്.
പറഞ്ഞതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പെൺമക്കളുള്ള പെൺകുട്ടികളുള്ള വീട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവിടെ അവർ നടത്തിയ പ്രചരണമാണ്. ഏതെങ്കിലും അമ്മമാർ സഹിച്ചിരിക്കുമോ? ഇങ്ങനെ ഒരു വലിയ ആപത്ത് വരാൻ പോവുകയാണ്, അതുകൊണ്ടോ ഇതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞു പോയവരുണ്ട്. എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ളത്, നിങ്ങളൊരു അമ്മയല്ല, നമുക്ക് എന്തും പറയാം. പക്ഷേ ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന് ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള അമ്മമാരുടെ മനോഗതി എന്തായിരിക്കും? ഒരു സ്ത്രീക്ക് പറയാൻ കൊള്ളാവുന്നതാണോ? ഒരമ്മയ്ക്ക് പറയാൻ കൊള്ളാവുന്നതാണോ? ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ആരാ സമരം സംഘടിപ്പിച്ചത്? മാലിന്യം ഒഴുക്കുന്നു എന്നാണ്. ചില ആളുകളെ നല്ലതുപോലെ സാമ്പത്തികം നൽകി വിലക്കെടുത്ത ശേഷം ഈ നാട്ടിൽ ബോധപൂർവം അരാജകത്വം നിലനിർത്തി അത് CPIM-നെതിരായി, അത് മുനിസിപ്പൽ കൗൺസിലിനെതിരായി തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രചരണം നടത്തിയ സ്ത്രീയുടെ വീട്ടിലെ മാലിന്യം പോണത് എങ്ങോട്ടാ? അവരുടെ വീട്ടിൽ നിന്ന് പൈപ്പിട്ട് റോഡ് കുഴിച്ച്, നഗരസഭയുടെ റോഡ് കുഴിച്ച് പൈപ്പിട്ട് ആ വീട്ടിലെ മാലിന്യം പോകുന്നത് മറ്റുള്ളവന്റെ പുരയിടത്തിലേക്കും ഈ തോട്ടിലേക്കുമാണ് പോകുന്നത്. ഇനി ഇവിടെ ഈ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവര് പറയേണ്ട മറുപടിയാണ്, നാളെയെങ്കിലും പറയണമത്. ഇവിടെ രാജകുമാരിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടുത്തെ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് അങ്ങോട്ടാ. ആ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് റോഡിനപ്പുറത്ത് നിന്ന് പൈപ്പിട്ട് ഇപ്പുറത്ത് ഓടയിലേക്ക് വിട്ട് തോട്ടിക്കൂടെ ഒഴുക്കുകയാണ്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് വരുന്ന മാലിന്യവും അതുപോലെ ഈ പറഞ്ഞ രാജകുമാരിയുടെ ബിൽഡിംഗിൽ നിന്ന് വരുന്ന മാലിന്യവും പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും മുന്നിൽ കൂടിയുള്ള തോട്ടിലൂടെ ഒഴുകി മാമം നദിയിലേക്കാണ് പോകുന്നത്. ഇവർക്ക് വല്ല പ്രതിഷേധമുണ്ടോ? ഇവർ പോസ്റ്ററിൽ എഴുതി ഒട്ടിച്ചോ? ഈ മാലിന്യമെല്ലാം, രാജകുമാരിയുടെ മാലിന്യം ഒഴുകി പുറത്തോട്ട് വരുമ്പോ അമൃതായി മാറുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോ ഉദ്ദേശം മാലിന്യ വിഷയമാണ് എങ്കിൽ ഈ മാലിന്യവും ആ മാലിന്യവും ശരിയല്ല. ആദ്യം മറ്റേ ഞാൻ പറഞ്ഞ രണ്ടിടത്തെയും മാലിന്യം ഒഴുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അതിനുശേഷം ഈ മാലിന്യം ഇവിടെ കൊണ്ടുവരുന്നതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്താൽ ഇവരെ നമുക്ക് അന്തസ്സുള്ളവർ എന്ന് പറയാം. പക്ഷേ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? അവർ ചില ആളുകളുടെ സമ്പത്ത് വാങ്ങിയതിനു ശേഷം, ഞാൻ ചെയർമാനായിരിക്കുമ്പോ ഈ സ്ഥലം കൈയടക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു. ചില സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെ ഡംപ് ചെയ്തു. ഇത് കൈയടക്കാൻ വേണ്ടി ശ്രമിച്ചു. നല്ല സ്ഥലമല്ലേ, ദേശീയ പാതയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൈയടക്കിയാൽ കൊള്ളാമല്ലോ. അന്ന് അവിടുന്ന് സാധനം മാറ്റിച്ചു, അവരെ ഫൈൻ ചെയ്തു. അത്തരക്കാർക്ക് ഈ സ്ഥലത്തിൽ വീണ്ടും നോട്ടമുണ്ട്. അപ്പൊ പ്ലാന്റ് വന്നാലോ? പ്ലാന്റ് വന്നാൽ അവരുടെ ലക്ഷ്യം നടക്കില്ല. അതുകൊണ്ട് പ്ലാന്റ് വരാതിരിക്കണം. പ്ലാന്റ് വരാതിരിക്കണമെങ്കിലോ ജനങ്ങളെ അഴിച്ചുവിടണം, ജനങ്ങളെ ഇളക്കിവിടണം. ജനങ്ങളെ ഇളക്കിവിടണമെങ്കിലോ ഈ തരത്തിൽ ചില മാലിന്യങ്ങളെ കയ്യിലെടുക്കണം. ആ 2 or 3 മാലിന്യങ്ങളാണ് ഈ സമരത്തിന് പിന്നിലുള്ളത്. ഈ സമരത്തിന് പിന്നിലുള്ളത് നഗരസഭയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വാർഡ് കൗൺസിലർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ സമരമൊക്കെ വന്നപ്പോ നഗരസഭയുടെ ആൾക്കാർ വന്ന് നോക്കിയപ്പോ ആ തോട്, ആ ഓട സ്ലാബിട്ട് അടച്ചിരിക്കുകയാണ്. കാരണം ഈ മാലിന്യം ഒഴുകിപ്പോകുന്നതിന്റെ ദുർഗന്ധം പുറത്തോട്ട് വരാതിരിക്കാൻ ഇന്നും ഒഴുക്കി, നാളെയും ഒഴുക്കി. ഇവരുടെ ഇനിഷ്യലിൽ തെറ്റില്ലെങ്കിൽ ഇവർ നാളെ സമരം നടത്തട്ടെ ഇതിനെതിരായി. ഈ പറയുന്ന ആളുകളുടെ കാശും വാങ്ങിച്ചിട്ടല്ലേ ഇവർ ഈ സമരം നടത്തുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, കൗൺസിലിൽ ഏകകണ്ഠമായ തീരുമാനം.
ഡിസംബർ മാസം 12 ചേർന്ന ഒരു ഉപസമിതിയുണ്ട്. കോൺഗ്രസും BJPയും CPMഉം എല്ലാവരും കൂടിയുള്ള ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതി തീരുമാനിച്ചു മാലിന്യ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡിസംബർ 24 തീരുമാനിച്ച കൗൺസിലിലും തീരുമാനിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. എന്താ തീരുമാനിച്ചത്? മാലിന്യ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ എന്താ പറയുന്നത്? അന്ന് താഹിർ കൗൺസിലിൽ ഉണ്ടായിരുന്നില്ല. താഹിർ മനഃപൂർവ്വമാണ് മാറിയുന്നത്. ഇവനെ എന്നും പോലെയുള്ള ആളല്ല താഹിർ. ഒരു മരണം സംഭവിച്ചപ്പോ, മരണവുമായി ബന്ധപ്പെട്ട് നിന്നപ്പോ താഹിറിന് ആ കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 31 ആളുകൾ പങ്കെടുക്കുന്ന കൗൺസിലിൽ നിയമാനുസരണം നഗരപാലിക ബില്ല് അനുസരിച്ച്, നിയമമനുസരിച്ച് വിളിച്ചു ചേർത്ത കൗൺസിലിൽ ഒരാളില്ല എങ്കിൽ മറ്റാരും ആവശ്യപ്പെടാതെ അജണ്ട മാറ്റിവെക്കാൻ പറ്റില്ല എന്നുള്ളത് അല്പസ്വല്പ വിവരമുള്ള ആൾക്കാർക്കറിയാം. ഇവർ പറയുന്നത് എന്താ? താഹിർ ആ കൗൺസിലിൽ പങ്കെടുത്തില്ല. ഇവിടെ പറഞ്ഞാൽ ഇത് ഇവിടുത്തെ മാത്രം കാര്യമല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികളിൽ ഒന്നാണ് ഇത്. പദ്ധതികൾ പല വിധത്തിലാണ്. സ്വയാർജിതമായ പദ്ധതികളുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കാനുള്ള ബാധ്യത നഗരസഭയ്ക്കുള്ളതാണ്, പഞ്ചായത്തിനുള്ളതാണ്. ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥൻ സർവീസിൽ ഉണ്ടാകില്ല. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.